നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർട്ട് വീഡിയോയിൽ നമ്മൾ ആ ഒന്നാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 11 വരെയുള്ള പാഠഭാഗമാണ് പഠിച്ചത്. ഇന്നത്തെ ഈ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നമ്മൾ പേജ് നമ്പർ 11 മുതൽ 17 വരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും പിന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി സോൾവിങ്ങും. ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർക്ക് ഫസ്റ്റ് പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ കമൻറ്റ് ബോക്സിലെ ഫസ്റ്റ് കമൻറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡച്ചുകാരെ കുറിച്ചാണ്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഇന്ത്യയിലെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതെല്ലാമായിരുന്നു? ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇന്ത്യയിലെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതെല്ലാമായിരുന്നു? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തപ്പോൾ ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡച്ചുകാരെ കുറിച്ച് പഠിക്കാം. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു. ഹോളണ്ട് അല്ലെങ്കിൽ നെതർലൻഡിൽ നിന്നുള്ളവരായിരുന്നു. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻസ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. ആദ്യ യൂറോപ്യൻ ആരാണെന്ന് ചോദിച്ചാൽ വാസ്കോ ഡ ഗാമയാണ് ആണല്ലോ. ഇനി പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന വിദേശികളാണ് അല്ലെങ്കിൽ യൂറോപ്യരാണ് ആര്? ഡച്ചുകാർ. അപ്പോൾ പോർച്ചുഗീസുകാർ ആദ്യം വന്നു, രണ്ടാമത് വന്ന യൂറോപ്യർ ആരായിരുന്നു? ഡച്ചുകാർ. അവർ ഏത് സ്ഥലത്ത് നിന്നുള്ളവരായിരുന്നു? അവർ ഹോളണ്ട് അല്ലെങ്കിൽ നെതർലൻഡിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ ഹോളണ്ട് അല്ലെങ്കിൽ നെതർലൻഡിൽ നിന്ന് വന്ന ഇവരെ നമ്മൾ എന്ത് വിളിച്ചു? യൂറോപ്യൻസിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡച്ചുകാർ എന്നാണ് പറഞ്ഞത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. അപ്പോൾ ഡച്ചുകാർ വന്നിട്ട് കച്ചവടാധിപത്യത്തിന് വേണ്ടിയിട്ട് ഈ ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തി? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കുളച്ചൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കുളച്ചൽ. 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്നത് 1741 എവിടെ വച്ചിട്ടായിരുന്നു? കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം? തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. ഈ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? മാർത്താണ്ഡവർമ്മ വിജയിച്ചു, ഡച്ചുകാർ പരാജയപ്പെട്ടു. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഈ കുളച്ചൽ യുദ്ധം അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് കുളച്ചൽ. കുളച്ചൽ യുദ്ധ സ്മാരകത്തിൻ്റെ ഫോട്ടോ കണ്ടോ? റൈറ്റ് സൈഡിൽ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഹോർത്തൂസ് മലബാരിക്കൂസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഹോർത്തൂസ് മലബാരിക്കൂസ്. ഡച്ചുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാരിക്കൂസ് എന്ന കൃതിയാണ്. ഹോർത്തൂസ് മലബാരിക്കൂസ് എന്ന് പറയുന്ന ഒരു കൃതി ഡച്ചുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭാവനയാണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. മലയാളാക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാരിക്കൂസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാരിക്കൂസിനെ കുറിച്ച് ഒരു ചെറിയ വിവരണമാണ് ഇത് തന്നിട്ടുള്ളത്. ഡച്ചുകാരുടെ ഒരു സംഭാവന, ഒരു ഏറ്റവും വലിയൊരു സംഭാവനയാണ് ഹോർത്തൂസ് മലബാരിക്കൂസ് എന്ന് പറയുന്നത്. ഇതിൽ എന്താണ്? കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ച്. ഈ പുസ്തകം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആണ്. അതാണ് ഹെൻറിക് വാൻഡ്രീഡ് എന്ന് പറയുന്ന ഡച്ച് ഗവർണറാണ് ഈ ഒരു ഗ്രന്ഥം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത്.
പിന്നെ ഈ ഒരു രചനയ്ക്ക് അദ്ദേഹത്തിനെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്നറിയപ്പെട്ട ഒരു മലയാളി വൈദ്യനായിരുന്നു. പിന്നെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നീ 3 ആൾക്കാരും ഈ ഹോർത്തൂസ് മലബാറിക്കോസിൻ്റെ രചനയിൽ പങ്കാളികളായിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമായിരുന്നു ഈ ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ടെക്സ്റ്റ് അച്ചടിച്ചിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. ഇതിൻ്റെ അകത്ത് ഹെഡിങ്ങുകൾ, അതായത് ഇപ്പോൾ ഓരോ വൃക്ഷങ്ങളെക്കുറിച്ച് ഉള്ള ഡിസ്ക്രിപ്ഷൻ എഴുതൂലേ, ഇപ്പോൾ ഒരു വൃക്ഷം തെങ്ങ്, അപ്പോൾ തെങ്ങ് എന്നുള്ള ആ ഒരു വേർഡൊക്കെയാണ് മലയാളത്തിൽ അച്ചടിച്ചിട്ടുള്ളത്. ബാക്കി അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഏതിലാണ്? അത് ലാറ്റിൻ ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന് പറഞ്ഞ പുസ്തകം മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ആരായിരുന്നു? ഡോക്ടർ KS മണിലാൽ ആയിരുന്നു. അതിൻ്റെ കവർ പേജ് കണ്ടോ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ? മൊത്തം 12 വാല്യങ്ങളായിട്ടാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. കാരണം ഇതിൽ വാല്യം 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വാല്യം 2, വാല്യം 3 അങ്ങനെ 12 വാല്യങ്ങളായിട്ടുണ്ട്. പിന്നെ ഇത് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിലായിരുന്നു. നെതർലാൻഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ആംസ്റ്റർഡാമിലായിരുന്നു ഇത് പ്രസിദ്ധീകരിച്ചത്. പിന്നെ ഇതിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട പദം എന്ന് പറയുന്നത് തെങ്ങ് എന്നതായിരുന്നു. ഇതിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട പദം ഏതായിരുന്നു? തെങ്ങ്. ഇവിടെ ഇട്ടി അച്യുതനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം തന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. അപ്പം ഇട്ടി അച്യുതൻ എവിടെയാണ് ജനിച്ചത്? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലാണ്. പിന്നെ ഈ ഹോർത്തൂസ് മലബാറിക്കോസ് ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? ഡോക്ടർ KS മണിലാൽ. അടുത്ത നോക്കിയോളൂ. ഹോർത്തൂസ് മലബാറിക്കോസിലെ ഒരു ചിത്രമാണിത്. ഏത് സസ്യമാണിതെന്ന് തിരിച്ചറിയുക. ഇതായി കൊടുത്തിട്ടുള്ളത്. ഇത് എന്തിൻ്റെ ചിത്രമാണ്? ഇത് ഇതിൻ്റെ പേരെന്തെന്നറിയാമോ? ഇതിൻ്റെ പേരാണ് ചൂണ്ടപ്പന. ചൂണ്ടപ്പന, ഫിഷ് ടെയിൽ പാം എന്നും പറയും, അല്ലെങ്കിൽ ജാഗറി പാം എന്നും പറയും. ചൂണ്ടപ്പനയാണ് ഇത്. ഒറ്റത്തടിയായിട്ട് വളരുന്ന ഒരു വൃക്ഷമാണ്. ഈ മരത്തിൻ്റെ ഇലകളും തണ്ടുകളും ഒക്കെ നമ്മൾ ആനകൾക്ക് ഭക്ഷണമായിട്ട് നൽകാറുണ്ട്. അതുകൊണ്ടിത് ആനപ്പന എന്ന് അറിയപ്പെടുന്നു. ആനപ്പന. പിന്നെ അതിൻ്റെ വേറൊരു പേരാണ് ഒലട്ടി. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ് കേട്ടോ. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരല്ലെങ്കിൽ ഇംഗ്ലീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. അപ്പം ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യൻ ശക്തികൾ ഓർഡറിൽ പറയണമെങ്കിൽ ഏതൊക്കെയാണ്? ഫസ്റ്റ് പോർച്ചുഗീസുകാർ, രണ്ടാമത് ഡച്ചുകാർ, മൂന്നാമത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ, നാലാമത് ഫ്രഞ്ചുകാർ. അപ്പം നമുക്ക് ഇനി ഫ്രഞ്ചുകാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ മനസ്സിലായല്ലോ. ആദ്യം പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധം നടന്നു. അതിൻ്റെ പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുണ്ടായിരുന്ന കർണാട്ടിക് യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? ബ്രിട്ടീഷുകാരായിരുന്നു വിജയിച്ചത്. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. അപ്പോൾ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആധിപത്യ സ്ഥലങ്ങൾ ഏതെല്ലാമായിരുന്നു? പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. ഇതിനു മുന്നേ നമ്മുടെ ഡച്ചുകാർ ഏതൊക്കെ സ്ഥലത്താണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചതെന്നും പോർച്ചുഗീസുകാർ ഏതൊക്കെ സ്ഥലത്താണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചതെന്നും പറഞ്ഞു. ഇതിപ്പോൾ ഫ്രഞ്ചുകാരുടെ ആധിപത്യ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി. തന്നിട്ടുള്ള ഭൂപടം നിരീക്ഷിച്ച് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവരുടെ അധീനതയിലായിരുന്ന പ്രധാന കേന്ദ്രങ്ങൾ കണ്ടെത്തുക. അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അതാ ഇവിടെ റെഡ് കളർ ട്രയാങ്കിളിൽ കൊടുത്തിട്ടുള്ളത് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ. കണ്ടോ ഏതൊക്കെയാണ്? കൊച്ചി, ദാമൻ ദിയു, ഗോവ. ഇത്രയായിരുന്നു പോർച്ചുഗീസുകാരുടെ അധീന പ്രദേശങ്ങൾ. ഏതൊക്കെയാണ്? കൊച്ചി, ദാമൻ ദിയു, ഗോവ. ദാമൻ ദിയു, ഗോവ, ഇത്രയും പ്രദേശങ്ങൾ. ഇനി ഡച്ചുകാരുടേതാണ് ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാണ്? അഹമ്മദാബാദ്, ബറോച്ച്, നാഗപട്ടണം, ചിൻസുര. ഇതൊക്കെയായിരുന്നു ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ. ഇനി ഫ്രഞ്ചുകാരുടേത് ഏതൊക്കെയാണ്? മാഹി, പോണ്ടിച്ചേരി, കാരയ്ക്കൽ, യാനം. മാഹി, പോണ്ടിച്ചേരി, കാരയ്ക്കൽ, യാനം. ഇത്രയായിരുന്നു ഈ 3 ആൾക്കാരുടെ, പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധിനിവേശ പ്രദേശങ്ങൾ. ഇനി കർണാട്ടിക് യുദ്ധത്തെക്കുറിച്ച് ചെറിയൊരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ
ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. അപ്പോൾ കർണാട്ടിക് എന്ന് പറയുന്ന പ്രദേശം ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളും പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. എത്ര യുദ്ധങ്ങൾ നടന്നു? 3 കർണാട്ടിക് യുദ്ധങ്ങൾ. അതിൽ അന്തിമമായിട്ട് വിജയിച്ചത് ആരായിരുന്നു? ബ്രിട്ടീഷുകാർ. ഇനി ഇതാ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ, ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ, ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ നമ്മളിവിടെ എഴുതണം. അപ്പോൾ നമുക്കത് ചെയ്താലോ ആ ആക്ടിവിറ്റി? അപ്പോൾ ഫസ്റ്റ് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ-ദിയു. ഇനി ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്. ഇനി ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. അതായത് നമ്മളെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച്, അതായത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനെ കുറിച്ചാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ആധിപത്യമൊക്കെ സ്ഥാപിച്ചില്ലേ, അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പോർച്ചുഗീസുകാരെ പഠിച്ചു, ഡച്ചുകാർ പഠിച്ചു, ഫ്രഞ്ചുകാർ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രിട്ടീഷുകാരെ കുറിച്ചാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ച് നമ്മൾ ഈ പാഠത്തിൻ്റെ ആരംഭത്തിൽ ചർച്ച ചെയ്തല്ലോ. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അപ്പോൾ ഏഷ്യയുമായിട്ടുള്ള ഒരു വ്യാപാര ബന്ധത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി സ്ഥാപിച്ചത് എന്നാണ്? 1600. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുക, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ്? 1600. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവടത്താവളം അല്ലെങ്കിൽ ഫാക്ടറി സ്ഥാപിച്ചു. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസ്, പഴയ പേര് മദ്രാസ് എന്ന, പുതിയ പേരെന്താണ്? ചെന്നൈ. പിന്നെ ബോംബെ, പുതിയ പേര് മുംബൈ. കൽക്കട്ട, പുതിയ പേര് കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. അതായത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ആരാണ്? ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് നമ്മുടെ ഇന്ത്യയിലെത്തുകയും ആ സമയത്ത് മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൽ നിന്ന് ഗുജറാത്തിലെ സൂററ്റിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനുമതി നേടി. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഗുജറാത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റിലാണ് ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത്. ഇനി അതിന് അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ആര്? ഗുജറാത്തിലെ സൂററ്റിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീർ. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രതിനിധിയായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന ബ്രിട്ടീഷുകാരൻ ആര്? വില്യം ഹോക്കിൻസ്, ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ നിന്ന് കിട്ടും. പിന്നെ എന്താണ് പറഞ്ഞത്? ഈ സൂററ്റിൽ ഫാക്ടറി സ്ഥാപിച്ചു. അതിനെ തുടർന്ന് ഈ ബ്രിട്ടീഷുകാർ എവിടെയൊക്കെ ആധിപത്യം നേടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്? മുംബൈ, കൊൽക്കത്ത, പിന്നെ ചെന്നൈ അല്ലെങ്കിൽ മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ 3 പ്രദേശങ്ങളിൽ അവർ ആധിപത്യം നേടി അവിടുത്തെ ഭരണങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. ഇത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിയോളൂ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അപ്പോൾ പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? 1757. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏതാണ്? 1600. ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ ബംഗാളിലെ നവാബായിരുന്നു സിറാജുദ്ദൗള. അപ്പോൾ ഈ സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അപ്പോൾ ഈ പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും പിന്നെ ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. ബ്രിട്ടീഷുകാരെന്ന് പറയുമ്പോൾ റോബർട്ട് ക്ലൈവ് അല്ലേ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിറാജുദ്ദൗളയും, ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം നടന്നത്. അതിൽ ആരാണ് വിജയിച്ചത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിച്ചു, സിറാജുദ്ദൗള പരാജയപ്പെട്ടു.
ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തു. അങ്ങനെ അവർ ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തു. ആര്? ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ആദ്യമായി പിടിച്ചെടുത്തത് ബംഗാളിൻ്റെ ഭരണമായിരുന്നു. ആരെ പരാജയപ്പെടുത്തി? ബംഗാളിൻ്റെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി. അങ്ങനെ അവർ ഈ ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. വളരെ കാർഷിക സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ബംഗാൾ. അപ്പോൾ അവിടെ ഇവരെന്ത് ചെയ്തു? ഭൂനികുതി കൊണ്ടുവന്നു. ഈ ഭൂനികുതി കൊണ്ടുവന്നപ്പോൾ ആ ഭൂനികുതി അടയ്ക്കാൻ അവിടെയുള്ള കർഷകർ നിർബന്ധിതരായി. അവരുടെ കയ്യിൽ നിന്നുള്ള ഭൂനികുതി വാങ്ങിച്ച് ഈ ബ്രിട്ടീഷുകാർ അവരുടെ സൈനിക ശക്തി മെച്ചപ്പെടുത്തി അവർ കൂടുതൽ പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കി. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അത് കഴിഞ്ഞിട്ട് ഈ പ്ലാസി യുദ്ധം 1757 പ്ലാസി യുദ്ധത്തോടെ ബംഗാൾ അവരുടെ കൈവശമായി. അതിനുശേഷം 1764 വേറൊരു യുദ്ധം നടന്നു, ബക്സാർ യുദ്ധം. ബക്സാർ എന്ന സ്ഥലത്തുണ്ടായ യുദ്ധം, അതാണ് ബക്സാർ യുദ്ധം. ആ യുദ്ധത്തോടെ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. ഏതൊക്കെ പ്രദേശങ്ങളാണ്? BO എന്നാലോചിച്ചാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ. അപ്പോൾ ബക്സാർ യുദ്ധത്തോടെ BO, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് ലഭിച്ചു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അതായത് ഈ ബക്സാർ യുദ്ധം നടന്നു എന്ന് പറഞ്ഞില്ലേ, എന്നാണ് 1764 ബക്സാർ യുദ്ധത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരെയൊക്കെയാണ് പരാജയപ്പെടുത്തിയത്? ഒരു സംയുക്ത സൈന്യത്തെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരാജയപ്പെടുത്തിയത്. ആരുടെയൊക്കെ സംയുക്ത സൈന്യം? ആ സമയത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു ഷാ ആലം രണ്ടാമൻ. ആരാണ്? മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ. പിന്നെ അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള, പിന്നെ ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ ഈ ഒരു യുദ്ധത്തിൽ ജയിച്ചു. ഏത് യുദ്ധത്തിൽ? ബക്സാർ യുദ്ധത്തിൽ. എന്നായിരുന്നു? 1764 ബക്സാർ യുദ്ധജയത്തോടുകൂടി 3 പ്രദേശങ്ങളിലെ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. ഏതൊക്കെയാണ് ആ 3 പ്രദേശങ്ങൾ? BO അല്ലേ, ബംഗാൾ, ബീഹാർ, ഒറീസ. ഇനി ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ മദ്രാസ്, കൊൽക്കത്ത, ബോംബെ ഈ 3 പ്രദേശങ്ങൾ ഈ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശം ആയത് എങ്ങനെയാണ് എന്നതാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയോളൂ. ഫസ്റ്റ് മദ്രാസ് എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശത്തിലായതെന്നുള്ളത്. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. അങ്ങനെ അത് കൈവശപ്പെടുത്തി. ചുങ്കവരുമാനം പകുതി ഇദ്ദേഹത്തിന് കൊടുത്തു. അത് അവർ വെച്ചിരുന്ന് അവരുടെ കൈവശത്തിലെത്തി. ആരുടെ കൈവശത്തിൽ? ബ്രിട്ടീഷുകാരുടെ കൈവശത്തിലെത്തി. അപ്പം മദ്രാസ് ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഇനി അടുത്തത് നമ്മൾ നമ്മുടെ ബോംബെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കൈവശത്തിലായതെന്നാണ് പറയാൻ പോകുന്നത്. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. അപ്പം ചാൾസ് രണ്ടാമന് ഉപഹാരമായി കൊടുത്ത പ്രദേശം പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു. അതായത് ബ്രിട്ടീഷുകാരുടെ കൈവശത്തിലായി അല്ലേ. അങ്ങനെയാണ് ബോംബെ ബ്രിട്ടീഷുകാരുടെ കൈവശത്തിലായത്. ഇനി അടുത്തത് നമ്മുടെ കൊൽക്കട്ട ബ്രിട്ടീഷുകാരുടെ ആയത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൊൽക്കട്ട എന്നറിയപ്പെട്ടു. അപ്പം സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നിങ്ങനെ 3 പ്രദേശങ്ങൾ, അതിന് ചുറ്റും ഒരു ബ്രിട്ടീഷുകാർ ഒരു കോട്ട പണിതു. അതിൻ്റെ പേരാണ് വില്യം കോട്ട. ഈ സ്ഥലം പിന്നീട് ഒരു പട്ടണമായിട്ട് മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു.
അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 പ്രദേശങ്ങൾ, അതായത് മദ്രാസ്, ബോംബെ, കൊൽക്കത്ത എന്നീ 3 പ്രദേശങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശത്തിലായത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൈവശത്തിലായത്. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളുടെ ആധിപത്യം നേടിക്കൊണ്ട് ഭരണകാര്യങ്ങളിൽ കമ്പനി ഇടപെടാനിടയായ സാഹചര്യം ചർച്ച ചെയ്യുക എന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽഡ് നോട്ട് തരാം കേട്ടോ. ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട് നമുക്ക് നോട്ട്സ് ആയിട്ട് തരുമ്പോൾ തരാം കേട്ടോ. അടുത്ത നോക്കിയോളൂ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം. ഇങ്ങനൊരു സെൻറ്റൻസ് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ്. എന്തിനാണ് അദ്ദേഹം ഒരു നോട്ട് പറഞ്ഞത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിൻ്റെ വാക്കുകൾ നിങ്ങൾ വായിച്ചല്ലോ. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? അതിനുള്ള കാരണങ്ങളാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം. നാട്ടുരാജ്യങ്ങൾ പരസ്പരം ഐക്യത്തോടെ ആയിരുന്നില്ല, അനൈക്യമുണ്ടായിരുന്നു അവർ തമ്മിൽ, അല്ലേ? പിന്നെ ബ്രിട്ടീഷുകാർക്ക് മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പട്ടാളക്കാരെ കൊണ്ടുവന്ന സുഖമായിട്ട് ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് റോബർട്ട് ക്ലൈവിന് മനസ്സിലായി. അതുകൊണ്ട് പിന്നെന്താ പറയുക നമുക്കിവിടെ, പിന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് റോബർട്ട് ക്ലൈവ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. അപ്പോൾ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയുമാണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ദക്ഷിണേന്ത്യയിലെ ഒരു നാട്ടുരാജ്യമായിരുന്ന മൈസൂരും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്നറിയപ്പെട്ടത്. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചിരുന്നത്. മൈസൂർ സേനയെ നയിച്ചിരുന്നത് ആരൊക്കെയായിരുന്നു? ഹൈദരാലിയും അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനും. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി. അപ്പോൾ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 4 എണ്ണം ഉണ്ടായിരുന്നു. 4 തവണയാണ് ഈ മൈസൂർ സുൽത്താൻമാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഏറ്റുമുട്ടിയത്. 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1782 ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി മരണപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനാണ് മൈസൂർ സേനയെ നയിച്ചത്. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. 1799 4ാം മൈസൂർ യുദ്ധം നടന്നത്. 4ാം മൈസൂർ യുദ്ധത്തിലൂടെ ടിപ്പു സുൽത്താനെ കമ്പനി സൈന്യം വധിച്ചു. അതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പോൾ 4ാം മൈസൂർ യുദ്ധം നടന്നത് എന്നാണ്? 1799. അതിൻ്റെ പ്രത്യേകത എന്താണ്? 1799 4ാം മൈസൂർ യുദ്ധത്തോടു കൂടി ടിപ്പു സുൽത്താൻ അന്തരിച്ചു. ടിപ്പു സുൽത്താൻ ആരാണ് വധിച്ചത്? നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ, രണ്ടാമത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. അപ്പം നമ്മുടെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ 4 മൈസൂർ യുദ്ധങ്ങളുണ്ടായിരുന്നു. ഇനി ആംഗ്ലോ മറാത്ത യുദ്ധമാണെങ്കിൽ 3 എണ്ണമാണ് ഉണ്ടായിരുന്നത്. 3ാമത്തെ ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ മറാത്ത പ്രദേശം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. പിന്നെ അടുത്തതാണ് ആംഗ്ലോ സിഖ് യുദ്ധം. ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പിന്നെ സിഖുകാരും തമ്മിലായിരുന്നു യുദ്ധം. അതിൽ സിഖുകാരെ പരാജയപ്പെടുത്തി പഞ്ചാബ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കി. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആധിപത്യം സംബന്ധിച്ച് പ്രധാന സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ തയ്യാറാക്കി ക്ലാസ്സിൽ കാണിക്കണം. അപ്പോൾ നമുക്കൊരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇതാണ് ഫ്ലോ ചാർട്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നായിരുന്നു 1600 അല്ലേ. ആധിപത്യം നേടിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? മദ്രാസ്, ബോംബെ, കൽക്കട്ട. ഈ 3 പ്രദേശങ്ങൾ ആദ്യമായിട്ട് ആധിപത്യം നേടി. അതിൻ്റെ വർഷം കൊടുത്തിട്ടുണ്ട്. മദ്രാസ് ആണെങ്കിൽ 1639, ബോംബെ ആണെങ്കിൽ 1662, ദെൻ കൊൽക്കട്ട 1698. അതിനുശേഷം എന്ത് നടന്നു? പ്ലാസി യുദ്ധം നടന്നു അല്ലേ. പ്ലാസി യുദ്ധം എന്നാണ് 1757. അത് കഴിഞ്ഞിട്ട് ബക്സാർ യുദ്ധം നടന്നു. അത് 1764.
അത് കഴിഞ്ഞിട്ട് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ് നടന്നത്. അത് മൊത്തം 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ് നടന്നത്. 1 ആംഗ്ലോ മൈസൂർ യുദ്ധം, 2, 3, 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടന്നു. അതിനുശേഷം ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ നടന്നു. അത് 3 നടന്നത്. 3 ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. 1 ആംഗ്ലോ മറാത്ത, 2 ആംഗ്ലോ മറാത്ത, 3 ആംഗ്ലോ മറാത്ത യുദ്ധം. അത് കഴിഞ്ഞിട്ട് ആംഗ്ലോ സിഖ് യുദ്ധങ്ങളാണ് നടന്നത്. അത് 2 1 ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ, 2 ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. അടുത്ത നോക്കിയോളൂ. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായി അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടം, നികുതി പിരിവ്, യുദ്ധങ്ങൾ തുടങ്ങിയവ. ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ, അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നികുതി ഏതൊക്കെയാണ്? 1 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ബംഗാൾ, ബീഹാർ, ഒറീസ. ഏതൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിങ്ങനെ 3 പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇത് നടപ്പിലാക്കിയ വ്യക്തി ആരാണ്? ഏതാണ്? അത് കോൺവാലീസ് പ്രഭു, അല്ലെ? കോൺവാലീസ് എന്ന് പറയുന്ന ആളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇനി ഇതിന്റെ സവിശേഷതകൾ എന്തായിരുന്നു? ഭൂവുടമകളായിരുന്ന ജമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു നികുതി വ്യവസ്ഥ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് അവർ നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? അത് കോൺവാലീസ് ആയിരുന്നു, കോൺവാലീസ് പ്രഭു. ഇനി അതിന്റെ സവിശേഷത എന്തായിരുന്നു? ജമീന്ദാർമാരായിരുന്നു ഇവിടെ ഉയർന്ന നിരക്കിൽ ഈ നികുതി പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ നികുതി പിരിവ് എന്ന ഡ്യൂട്ടി ആരുടെ ഏതിൽ നിക്ഷിപ്തമായിരുന്നു? ഭൂവുടമകളായിരുന്ന ജമീന്ദാർമാരിൽ നിക്ഷിപ്തമായിരുന്നു. അടുത്ത ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു നികുതി നയമായിരുന്നു റയട്ട് വാരി സമ്പ്രദായം. ഇത് ദക്ഷിണേന്ത്യയിലും പിന്നെ ഡക്കാൻ പ്രദേശങ്ങളിലുമാണ് നടപ്പിലാക്കിയത്. ദക്ഷിണേന്ത്യയിലും ഡക്കാൻ പ്രദേശങ്ങളിലും ഇത് നടപ്പിലാക്കിയ 2 ആൾക്കാരാണ് തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. ആരൊക്കെയാണ്? തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ് എന്നിവർ. ഇനി ഇവിടെ എന്താണ്? കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പൊ ഇവിടെ റൈറ്റ് വാരി സമ്പ്രദായത്തില് ബ്രിട്ടീഷുകാർ കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. എന്നിട്ട് കർഷകരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിച്ചത്, അല്ലേ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ജമീന്ദാർമാരായിരുന്നു ബ്രിട്ടീഷുകാർക്ക് കർഷകരിൽ നിന്ന് നികുതി പിരിച്ച് കൊടുത്തതെങ്കിൽ റൈറ്റ് വാരി സമ്പ്രദായത്തിൽ കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ച് കർഷകരിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിച്ചു. എന്നിട്ട് നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരിൽ നിന്ന് അവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതാണ് 2ാമത്തെ റൈറ്റ് വാരി. അടുത്ത 3ാമത്തത് മഹൽവാരി സമ്പ്രദായം. മഹൽവാരി സമ്പ്രദായം വന്നത് 1822 കേട്ടോ. റൈറ്റ് വാരി 1820, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793, ദെൻ റൈറ്റ് വാരി 1820. അടുത്ത 3ാമത്തെ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി. അത് വന്നത് 1822. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും പഞ്ചാബിലുമായിരുന്നു മഹൽവാരി സമ്പ്രദായം. അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യ പറഞ്ഞു, മധ്യേന്ത്യ പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ ഏത് സമ്പ്രദായമായിരുന്നു? ദക്ഷിണേന്ത്യയിൽ റൈറ്റ് വാരി. മഹൽവാരി എവിടെയൊക്കെയായിരുന്നു? ഉത്തരേന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ടോപ്പിൽ. പിന്നെ മധ്യേന്ത്യ, മധ്യഭാഗത്തുള്ള ഇന്ത്യയിൽ. പിന്നെ പഞ്ചാബിലൊക്കെ ആയിരുന്നു മഹൽവാരി സമ്പ്രദായം. ഇനി ഇത് നടപ്പിൽ വരുത്തിയ ആളാരാണ്? ഹോൾട്ട് മക്കൻസി ആയിരുന്നു മഹൽവാരി സമ്പ്രദായം നടപ്പിൽ വരുത്തിയത്. മഹൽവാരി മക്കൻസി അങ്ങനെ പഠിച്ചു വയ്ക്കാം. ഇനി ഇവിടെ എന്താണ്? ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. ഇവിടെ ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കി നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കി എന്നിട്ട് അവിടെ നിന്ന് മൊത്തത്തിൽ നികുതി പിരിച്ചു. എന്നിട്ട് ഈ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ 3 തരത്തിലുള്ള നികുതി സമ്പ്രദായങ്ങൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെയാണ്? ഉയർന്ന നികുതി നിരക്ക്. 1ാമത്തെ പ്രശ്നം എന്താണ്? അവരുടെ ഉയർന്ന നികുതി നിരക്കായിരുന്നു. അടുത്തത്
രണ്ടാമത്തത് നിർബന്ധിത നികുതി. നിർബന്ധമായിട്ടും കർഷകർ നികുതി അടയ്ക്കണമായിരുന്നു. അവരുടെ വിളവ് മോശമായാലും നല്ലതായാലും നികുതി അടയ്ക്കണം. അതാണ് നിർബന്ധിത നികുതി. അടുത്തത് കർഷകരിൽ നിന്നും നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത് ബ്രിട്ടീഷുകാർ. അടുത്തത് എന്താണ്? നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കുന്നു. നികുതി നൽകാതിരുന്നാൽ ബ്രിട്ടീഷുകാർ ആ കൃഷിഭൂമി പിടിച്ചെടുത്ത് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും. ഓക്കെ, ഇതെത്രയായിരുന്നു ഈ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങളുടെ പൊതു സവിശേഷതകൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഇടപാടുകാരിൽ നിന്ന് പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. തന്മൂലം കർഷകർ കടക്കെണിയിലായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം ഇടപാടുകാർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും ഇടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിനും കാരണമാവുകയും ചെയ്തു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചുവെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത്? എന്താണ്? ഒന്ന്, ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. ഒന്നാമത്തെ എന്താണ്? ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. അടുത്ത, വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചിരുന്നില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ ഇടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. അടുത്തത്, കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് കർഷകർക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ നികുതി നയം മൂലം കർഷകർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ. ഇനി കർഷകരെ പോലെ തന്നെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. കർഷകരെ പോലെ തന്നെ കൈത്തൊഴിലുകാരെയും ഈ ബ്രിട്ടീഷ് നയങ്ങൾ ഒരുപാട് ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, യന്ത്രത്തിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ, അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ, ഈ കൈത്തൊഴിലുകാർ നിർമ്മിക്കുന്ന വസ്ത്രങ്ങളാണ് പരുത്തി വസ്ത്രങ്ങൾ, പട്ട് വസ്ത്രങ്ങൾ, കമ്പിളി വസ്ത്രങ്ങൾ. പിന്നെന്തൊക്കെയാണ്? അവരുടെ മൺപാത്രം, പിന്നെ തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ കർഷകരെയും കൈത്തൊഴിലുകാരെയും എങ്ങനെ ബാധിച്ചു എന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒത്തിരി വലിയൊരു ആൻസറാണ്. മുകളിലുള്ള 2 പാരഗ്രാഫാണ് അതിൻ്റെ അകത്ത് നമുക്ക് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോട്ടായിട്ട് എഴുതാം കേട്ടോ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ഒരു പാർട്ടും കൂടെ ആകുമ്പോൾ നമുക്ക് ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ നോട്ടൊക്കെ തരാം കേട്ടോ. താങ്ക്